മലപ്പുറം ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങൾ നൽകിയ പിന്തുണ എത്രയാണെന്നറിയാമോ? പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ഭൂരിപക്ഷത്തിന്റെ ചുരം കയറുന്നതിൽ ആ പിന്തുണ വളരെ നിർണായകമായി മാറുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് നൽകിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം നൽകി ഏറനാടും വണ്ടൂരും നിലമ്പൂരും പ്രിയങ്ക ഗാന്ധിയെ ചേർത്ത് നിർത്തുകയായിരുന്നു. ആകെ ഭൂരിപക്ഷത്തിന്റെ പകുതിയോളം മലപ്പുറത്തിന്റെ സംഭാവനയാണെന്ന് മുസ്ലിം ലീഗ് നേതാവും തെരഞ്ഞെടുപ്പ് സമിതി വർക്കിംഗ് ചെയർമാനുമായിരുന്ന PK ബഷീർ MLA റിപ്പോർട്ടറിനോട് പറഞ്ഞു. പിന്നെ നിയോജകമണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം വർദ്ധിച്ച ഒരു മണ്ഡലം, വോട്ടർമാർ കുറവാണ്, 57,000 ആയിരുന്നു. ഇപ്രാവശ്യം 64,500 വോട്ടിൻ്റെ ഭൂരിപക്ഷം വന്നു. വണ്ടൂർ 73,000 വന്നു, കഴിഞ്ഞ പ്രാവശ്യം 69,000. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ സ്ഥാനാർത്ഥി ഒരു ഘടകമാണല്ലോ, പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥി ആയതുകൊണ്ട് നല്ല ഒരു വോട്ടിൻ്റെ മാർജിൻ ഉണ്ടായിരുന്നു. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷിർ പി അക്ബർ, 4 ലക്ഷം കടന്ന ഭൂരിപക്ഷം എന്ന് നമ്മൾ പൊതുവെ പറഞ്ഞു പോകുമ്പോൾ വയനാട് മണ്ഡലത്തിലെ ഭൂരിപക്ഷം എന്നാണ്. എന്നാൽ 3 ജില്ലകളിലായി പരന്നു കിടക്കുന്ന 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങൾ, അതിലെ ലീഗിന്റെ കോട്ടകളൊക്കെ കൊടുത്ത ഒരു പിന്തുണ എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിലേക്ക് പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും എത്തുന്നതിൽ നിർണായകമായി മാറുകയായിരുന്നില്ലേ? തീർച്ചയായും സുശയപൂർവതി അങ്ങനെ തന്നെ പറയേണ്ടി വരും. താരതമ്യേന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നതിന് വിഭിന്നമായിട്ട് പോളിംഗ് ശതമാനം കുറഞ്ഞൊരു പശ്ചാത്തലത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം വളരെയധികം കുറയുമെന്നൊരു വിലയിരുത്തൽ UDF ക്യാമ്പിനുണ്ടായിരുന്നു. അത്യധികം ആശങ്ക അക്കാര്യത്തിലുണ്ടായിരുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ മലപ്പുറത്തിന്റെ വലിയ പിന്തുണയോടുകൂടി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചു കയറുന്നത്. 4 ലക്ഷത്തിന് മുകളിലാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷം ലഭിച്ചതെന്ന് നമുക്കറിയാം. അതിൽ പകുതിക്ക് മുകളിൽ വോട്ടും ഭൂരിപക്ഷമായി ലഭിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 3 നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. അതായത് ഏറ്റവും അധികം ഭൂരിപക്ഷം മൊത്തം കണക്ക് നോക്കുമ്പോൾ 7 നിയോജക മണ്ഡലം കണക്ക് നോക്കുമ്പോൾ വണ്ടൂർ MLAയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ കൂടിയായിരുന്ന AP അനിൽകുമാർ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസിന്റെ മണ്ഡലമായിട്ടുള്ള വണ്ടൂരിൽ നിന്നാണ്. 70,000-ലധികം വോട്ടാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷമായി ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും അധികം ഭൂരിപക്ഷം ലഭിച്ചത് വണ്ടൂരാണ്. 2ാം സ്ഥാനത്തെ നിലമ്പൂർ നിയോജക മണ്ഡലമാണ്. PV അൻവർ MLAയുടെ മണ്ഡലമാണ്. ആദ്യഘട്ടത്തിൽ ഇടതുമുന്നണിയിലുണ്ടായിരുന്ന MLA പിന്നീട് പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പ്രചാരണ രംഗത്തില്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പിന്തുണ അത്ര പ്രാധാന്യമായി തന്നെ ഒരു മണ്ഡലത്തിൽ നിലനിർത്തുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അൻവർ ഉയർത്തിയ വാദങ്ങളൊക്കെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ CPM പരിശോധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്നാമത്തേത് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയ ഏറനാട് നിയോജക മണ്ഡലം തന്നെയാണ്. PK ബഷീർ MLA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ കൂടിയായിരുന്നു. അദ്ദേഹം ആദ്യഘട്ടം മുതൽ തന്നെ അനിൽകുമാറും PK ബഷീറും ചേർന്ന് നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾ ഭൂരിപക്ഷമായി മാറുന്നു എന്ന കാഴ്ചയാണ് ഈ റിസൾട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ കോട്ടകളിലൊക്കെ തന്നെ വലിയ പിന്തുണ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. നേരത്തെ PK ബഷീർ പറയുന്നത് പോലെ തന്നെ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി, ആ ഒരു വ്യക്തിപ്രഭാവത്തിന് ലഭിച്ച വോട്ട്, അതോടൊപ്പം തന്നെ മണ്ഡലത്തിലുടനീളം ദേശീയ നേതാക്കളൊക്കെ തന്നെ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയതോടൊപ്പം തന്നെ സ്ത്രീകൾ സ്ക്വാഡ് പോലെ പ്രവർത്തിച്ചുകൊണ്ട് വീടുകൾ കയറി വോട്ട് തേടിയൊക്കെ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് വലിയ മുതൽക്കൂട്ടാക്കി എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നിലമ്പൂരും വണ്ടൂരും ഏറനാട് പരിശോധിക്കുമ്പോൾ വണ്ടൂരിൽ 73,276 ഭൂരിപക്ഷമായി ലഭിച്ചിട്ടുള്ളത്. നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ അത് 65,137. ഏറനാട്ടിലെ കണക്ക് പരിശോധിക്കുമ്പോൾ 64,725. ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയതും ഏറനാട് നിയോജക മണ്ഡലത്തിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ്. കൽപ്പറ്റയാണ് 4ാം സ്ഥാനത്തുള്ളത്. 58,090 ഭൂരിപക്ഷം അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും 54,263, തിരുവമ്പാടിയിൽ നിന്നും 50,298, മാനന്തവാടിയിൽ ഏറ്റവും കുറവ് 42,773. കാരണം കഴിഞ്ഞ തവണത്തെ കണക്കുകളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ 7 നിയോജക മണ്ഡലങ്ങളും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. മാനന്തവാടിയിലൊക്കെ തന്നെ പൊതുവെ കോൺഗ്രസിന്റെ UDFന്റെ സംവിധാനം വളരെ ദൗർബല്യമാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇത്തവണ ഉണർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. കാരണം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും UDF മുന്നണിയിൽ തന്നെ പതാക വിവാദം, വലിയ വിവാദമുണ്ടാക്കിയിരുന്നു, തർക്കമുണ്ടാക്കിയിരുന്നു. അത് പോളിംഗിനെ ഉൾപ്പെടെ ബാധിച്ചിരുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. രാഹുൽ ഗാന്ധിക്ക് 2019 ലഭിച്ചൊരു ഭൂരിപക്ഷം 24 ലഭിച്ചിരുന്നില്ല. പക്ഷേ ഈ 2ാമത്തെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി UDF സംവിധാനത്തെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിൽ ആ ഒരു സ്ഥാനാർത്ഥി വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അത് നമ്മൾ നേരിട്ട് കണ്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ലീഗിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കേന്ദ്രം തന്നെയാണ് തിരുവമ്പാടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി ലീഗാണ് മത്സരിക്കാറുള്ളത്. 50,000-ലധികം ഭൂരിപക്ഷം തിരുവമ്പാടി മണ്ഡലത്തിൽ നിന്നും UDFന് ലഭിച്ചു എന്നുള്ളതാണ്. പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ തെരഞ്ഞെടുപ്പിന് മുൻപ് UDFിൽ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായി വന്നതോടെ സജീവമായ പ്രചാരണ പ്രവർത്തനങ്ങളോട് അതൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഐക്യമുണ്ടായി, അത് വോട്ടായി മാറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അരീക്കോട്, ഏറനാട്, കാവനൂർ ഭാഗത്തൊക്കെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും ലീഗും വലിയ തർക്കം രൂക്ഷമായ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പഞ്ചായത്തിൽ നിന്നുൾപ്പെടെ അത്രയധികം വോട്ട് ലഭിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ഫാക്ടർ അവിടെ പ്രധാനമായി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. PK ബഷീറും AP അനിൽകുമാറും അതുപോലെ തന്നെ VS ജോയിയും ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടുന്ന ആളുകൾ മലപ്പുറം ജില്ല ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന UDFിൻ്റെ പൊന്നാപുരം കോട്ടയാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് കൂടിയായി വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ റിസൾട്ട് മാറി എന്നുള്ളതാണ്. പഞ്ചായത്തുകൾ ഉൾപ്പെടെ ആ നിലയിൽ തന്നെ വോട്ട് വർധനവുണ്ടായിട്ടുണ്ട്. ഈ 3 നിയോജക മണ്ഡലങ്ങളിൽ നിലമ്പൂർ മാത്രമാണ് നഗരസഭയായുള്ളത്. നിലമ്പൂർ നഗരസഭയിൽ വലിയ വോട്ട് വർധനവുണ്ടായിട്ടുണ്ട്. 9,000-ൽ 3-ൽ നിന്നും 10,510 എന്ന ഭൂരിപക്ഷത്തിലേക്ക് ഇത്തവണ നിലമ്പൂർ നഗരസഭ എത്തിയിട്ടുണ്ട്. എടക്കര പഞ്ചായത്തിൽ 7,256 എന്ന ലീഡിലേക്ക് ഭൂരിപക്ഷമായി ലഭിച്ചിട്ടുണ്ട്. മൂത്തേടത്തും അമരമ്പലത്തും കരുളായിലും ചുങ്കത്രയിലും ആ നിലയിൽ തന്നെ വോട്ട് വർധനവുണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓരോ ഇടങ്ങൾ കേന്ദ്രീകരിച്ച്, പ്രാദേശിക തലങ്ങൾ കേന്ദ്രീകരിച്ച്, ബൂത്തുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം UDF ഒറ്റക്കെട്ടായി നടത്തിയ ഒരു പ്രതിഫലനം കൂടിയായി ഒരു ഭൂരിപക്ഷം മാറി എന്നുള്ളതാണ്. ഏറെ നാട്ടിലേക്ക് എത്തുമ്പോൾ കീഴുപറമ്പിൽ കഴിഞ്ഞ തവണ ലഭിച്ചിരുന്നത് 5,683 ആയിരുന്നു ഭൂരിപക്ഷം. അത് ഇത്തവണത്തെ 6,764 മാറി എന്നുള്ളതാണ്. PK ബഷീർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇവിടെ. സ്ത്രീകൾ ഉൾപ്പെടെ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയത് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ ഉള്ളത് കൊണ്ടാണെന്ന് PK ബഷീർ പറയുന്നുണ്ട്. അത് വോട്ടായി മാറിയിട്ടുണ്ട്. പോസ്റ്റൽ ബാലറ്റ് വോട്ടുകൾ എണ്ണിത്തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ കൃത്യമായ ആധിപത്യം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടായിരുന്നു നമുക്കറിയാം. ഊർങ്ങാട്ടീരിയിലും കാവനൂരും അതുപോലെ തന്നെ കുഴിമണ്ണയിൽ ഉൾപ്പെടെ വോട്ട് വർധനവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ചാലിയാറിലേക്കും ഇടവണ്ണയിലൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ 12,478-ൽ നിന്നും 13,018 എന്ന വലിയ വർധനവിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വണ്ടൂര് തന്നെയാണ് വലിയ ഭൂരിപക്ഷം നൽകിയത്. അതിൽ തിരുവാലി 2,498-ൽ നിന്നും 3,225 എന്ന കണക്കിലേക്ക് മാറിയെന്ന് പറയുമ്പോൾ UDFിൻ്റെ പൊന്നാപുരം കോട്ടയാണ് മലപ്പുറത്തിൻ്റെ 3 നിയോജക മണ്ഡലങ്ങൾ വലിയ ഭൂരിപക്ഷം, വലിയ വോട്ട് വർധന പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.